ഇന്നലെ തുടങ്ങിയ ഒരു ചർച്ച, ഒരു പുതിയ ചർച്ച എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഇന്നും അതിന്റെ തുടർ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 4 ദശാബ്ദക്കാലത്തെ മൂവാറ്റുപുഴക്കാരുടെ സ്വപ്നത്തിന് പച്ചക്കൊടി വീശുകയാണ് ഇപ്പോൾ സർക്കാർ. നഗരവികസനം, കാർഷിക പാരമ്പര്യം, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം എന്നിങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ അതിനു പിന്നിൽ കുടപിടിക്കുന്നുണ്ട്. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെ മുതൽക്കൂട്ടാക്കാൻ ശ്രമിക്കുമ്പോഴും മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ UDF-ന് പ്രതിസന്ധിയും ഏറെയാണ്. ലാൽകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. വരുമോ പുതിയ ജില്ല? എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. 1982-ലാണ് ഇതേപോലെ ഒരു മുഖ്യമന്ത്രി ഇതേ പ്രഖ്യാപനം നടത്തുന്നത്. ഇനിയൊരു ജില്ലയുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴയായിരിക്കുമെന്ന കെ കരുണാകരന്റെ പ്രഖ്യാപനം. എന്നാൽ പിന്നീടുണ്ടായത് 84-ലെ കാസർഗോഡിന്റെ ജനനമായിരുന്നു. മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി കാത്തിരിപ്പും അപേക്ഷകളും അനേകായിരം വീണ്ടും ഉണ്ടായി. കാലങ്ങൾക്കിപ്പുറം പ്രതീക്ഷകൾ മുളപൊട്ടി. ഡി ബാബു പോൾ IAS തയ്യാറാക്കിയ ഒരു രൂപരേഖ മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി ഇപ്പോഴും ഫയലുകളിലുണ്ട്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, കൂത്താട്ടുകുളം എന്നിവിടങ്ങൾക്ക് നഗരവികസനത്തിന്റെ പേരിൽ ഇപ്പോഴും കിട്ടാക്കനിയായുള്ള പലതും പുതിയ ജില്ലയുടെ രൂപീകരണത്തിലൂടെ നേടിയെടുക്കാൻ സഹായിക്കും. കാർഷിക മേഖലയും തടി വ്യവസായവും മലഞ്ചെരുക്കുകളുടെ വ്യാപാരവും വിദ്യാഭ്യാസ മേഖലയുമാണ് ഇവിടുത്തെ കരുത്ത്. സമീപ ജില്ലയായ ഇടുക്കിയുടെ ചില ഭാഗങ്ങൾ കൂടി കൂടിച്ചേരുന്നതോടെ ടൂറിസം സാധ്യതകളടക്കം ജില്ലയുടെ വരുമാനത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. സാമ്പത്തിക പ്രതിസന്ധികളും അടിസ്ഥാന സൗകര്യ വികസനവും ഉദ്യോഗസ്ഥരുടെ വിന്യാസവും എല്ലാം ഘട്ടം ഘട്ടമായി പഠിച്ചു വേണം പുതിയ ജില്ലയിലേക്ക് ചുവടുവയ്ക്കാൻ. മൂവാറ്റുപുഴയുടെ ദീർഘകാലത്തിന് ആവശ്യമുള്ള ഒരു ഘട്ടമായിരുന്നു ഇത്. അതിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇതൊരു അടിയന്തര പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ പരിഗണിക്കുന്ന അടിയന്തര സാഹചര്യമുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇത് പ്രവേശിച്ചു എന്നുള്ളത് മൂവാറ്റുപുഴയുടെ വ്യാപാരികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെ. 7 താലൂക്കുകളും 14 ബ്ലോക്കുകളും 83 പഞ്ചായത്തുകളും 13 മുനിസിപ്പാലിറ്റികളും അടങ്ങുന്നതായ വളരെ വിസ്തൃതമായ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായ മൂവാറ്റുപുഴയ്ക്ക് വികസന പ്രാതിനിധ്യവും അതുപോലെ തന്നെ ഫണ്ട് വിനിയോഗത്തിൽ വരുന്ന അപര്യാപ്തതയും പരിഹരിക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. സാമ്പത്തിക ബാധ്യത വരുന്നുള്ള വെറും അതിന് തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനമാണ്. ഒരു സാമ്പത്തിക പ്രതിസന്ധിയും ജില്ല വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നില്ല. അത് വളരെ ഭംഗിയായിട്ട് കിട്ടും. രാഷ്ട്രീയമായ കാര്യങ്ങൾ അതിനുമപ്പുറത്താണ്. തിരൂരിനായുള്ള മലബാർ മേഖലയിൽ നിന്നുള്ള ആവശ്യത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ കോൺഗ്രസ് സർക്കാരിന് കഴിയില്ല. തിരൂരിന് വേണ്ടി മാത്രമായ ഒരു നീക്കവും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായി അനുകൂല സാഹചര്യമെന്ന് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖല, പ്രത്യേകിച്ചൊരു കാർഷിക ബെൽറ്റ്, ആ കാർഷിക ബെൽറ്റ് ഉൾപ്പെടുന്ന ഒരു പ്രദേശം, ലോ റേഞ്ച് ആയിട്ട് നിൽക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ജില്ലയാണ് ഇതുവരെയുള്ളൊരു ഡിസ്കഷനിലുള്ളത്. അത് കൂടുതൽ ചർച്ചകളിലൂടെ അത് ഉരുത്തിരിഞ്ഞ് വരും. അതൊരു പ്രയാസമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. ഇനി ഈ ജില്ല വളരെ നേരത്തെ ഉള്ള ഒരു പ്രപ്പോസലും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസലുമാണ്. അത് നടത്തിയെടുക്കുക എന്നുള്ളതാണ് കാര്യം. പ്രതികൂല സാഹചര്യങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത അത്രയുണ്ട്. തൊടുപുഴയെ പുതിയ ജില്ലയോട് അടുപ്പിച്ചാൽ ഇടുക്കിയുടെ നട്ടെല്ല് തന്നെ തകരും. ദേവികുളം, പീരുമേട് താലൂക്കുകളിലെ തമിഴ് വംശജർക്കുള്ള ഭൂരിപക്ഷം കേരളത്തിനോടുള്ള വെല്ലുവിളിക്ക് തന്നെ കാരണമാകും. വിവാദങ്ങൾക്കിടതടവില്ലാതെ ഇടം കൊടുക്കുന്ന മുല്ലപ്പെരിയാർ തമിഴ്നാടിൻ്റെ ഏക സ്വത്താകും. 2014 മുതൽ തന്നെ മൂന്നാറിലെ തമിഴ് വംശജർ ഈ മേഖലയെ തമിഴ്നാടിനോട് കൂട്ടിച്ചേർക്കണം എന്നാവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരം നടത്തുന്നുണ്ട്. മറുവശത്ത് രാഷ്ട്രീയമാണ് വിഷയം. കേരള കോൺഗ്രസിന്റെ സ്ഥാപകൻ KM ജോർജിന്റെ മണ്ണാണ് മൂവാറ്റുപുഴ. മകൻ ഫ്രാൻസിസ് ജോർജ് ഇപ്പോഴും MP ആണ്. തൊടുപുഴ എന്നാൽ PJ ജോസഫിന്റെ ശക്തി കേന്ദ്രമാണ്. ഇടുക്കി ജില്ലയിലെ ആധിപത്യത്തിന്, അതുവഴി കേരളത്തിലെ ശക്തി തെളിയിക്കുന്നതിന് കേരള കോൺഗ്രസിന് മറ്റൊരിടവുമില്ല. തൊടുപുഴയെ പകുത്തുമാറ്റി മൂവാറ്റുപുഴ രൂപീകരിക്കുന്നതിന് ആദ്യം ഭിന്നസ്വരമുയർന്നത് കേരള കോൺഗ്രസിൽ നിന്ന് തന്നെയാകും. ടീം UDF-ന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉയർത്തുന്ന രാഷ്ട്രീയ വടംവലിയിൽ റഫറിയാവുക എന്നത് തന്നെയാണ്. ഉറപ്പ് കൊടുത്ത സ്ഥിതിക്ക് ഇനി എന്തായാലും വെറുപ്പിക്കാൻ കഴിയില്ല. സാമൂഹികമോ സാമ്പത്തികമോ സാംസ്കാരികമോ രാഷ്ട്രീയമോ എന്തു തന്നെയാണെങ്കിലും നയതന്ത്രത്തിലൂടെ ഇനി കാര്യം നടത്തിയെടുക്കുക എന്നത് മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ള വഴി. കാത്തിരിക്കുകയാണ് മൂവാറ്റുപുഴ എന്ന ജില്ലയ്ക്ക് വേണ്ടി. ലാൽകൃഷ്ണ, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.